പ്രൈസ് ഗോഡ്. എല്ലാ കർത്താവിന്റെ മക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് കർത്താവിന്റെ മുമ്പാകെ ഇരുന്ന് ദൈവശബ്ദം കേൾക്കാനുള്ള ടൈമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്ക്. അസാധാരണമായ ഒരു ദൈവശബ്ദം നിങ്ങളുടെ മേൽ തുറക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, യേശുക്രിസ്തു 12-ാമത്തെ വയസ്സിൽ യഹൂദ നേതാക്കന്മാർ, ന്യായശാസ്ത്രിമാർ, മത നേതാക്കന്മാർ, ന്യായപ്രമാണം അറിയുന്നവരുടെ മുമ്പിൽ 12-ാമത്തെ വയസ്സിൽ യേശു വെളിപ്പെടുന്നൊരു ഭാഗമുണ്ട്. അതിനുശേഷം വളരെ പരസ്യമായി രണ്ടാമത് വെളിപ്പെടുന്നൊരു ഭാഗം, പ്രത്യക്ഷനാകുന്നൊരു ഭാഗം. ആലയത്തിന്റെ അകത്ത് ചില കാര്യങ്ങൾ ശക്തമായി വെളിപ്പെടുത്താനായിട്ട് യേശു വരിക. പരസ്യമായി ചില കാര്യങ്ങൾ പറയുന്ന മിനിറ്റുകളാണ്. നസറത്ത് മാനിഫെസ്റ്റോ വിളംബരം ചെയ്യുകയാണ്. യേശുവിന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ ചെയ്യുന്നത് ലൂക്കോസ് 4:18 പറഞ്ഞിരിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ്. എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യം, ലോകത്തിൽ എല്ലാവരെക്കാളും പവർഫുൾ മിനിസ്ട്രി യേശുവിന്റെ ആയിരുന്നു. യേശുവിന്റെ മിനിസ്ട്രി ആയിരുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മിനിസ്ട്രി. ആ മിനിസ്ട്രി ആരംഭിക്കുന്നത് ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ലൂക്കോസ് 4:18 അന്ന് രാവിലെ നടന്ന കാര്യങ്ങളെല്ലാം അമാനുഷികമാണ്. യേശു യെശയ്യാവിന്റെ പ്രവചന പുസ്തകം വായിക്കുന്നു. ആ ബുക്ക് ഭവനത്തിൽ നിന്ന് എടുത്തോണ്ട് വന്നല്ല. യേശു രാവിലെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇന്ന് യെശയ്യാവിന്റെ പ്രവചനം വായിക്കണമെന്ന് പറഞ്ഞോണ്ടുമല്ല യേശു വന്നത്. ആമേൻ. അവർക്ക് വേറെ ഏതെങ്കിലും ഒരു ചുരുള് യേശുവിന്റെ കയ്യിൽ കൊടുക്കാമായിരുന്നു. എന്നാൽ അവർ അന്ന് കൊടുത്തത് യെശയ്യാവിന്റെ പ്രവചനത്തിന്റെ ചുരുളായിരുന്നു. ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗ്രീക്കിൽ അവിടെ കൊടുത്തിരിക്കുക യെശയ്യാവ് 61 പറഞ്ഞതും അത് തന്നെ ലൂക്കോസ് 4:18 എഴുതി വച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ വിളംബരം ഉണ്ടല്ലോ, അതിൽ ഗ്രീക്കിൽ കൊടുത്തിരിക്കുകയാണ്. ഈ യേശു യെശയ്യാവിന്റെ ചുരുള് തുറന്നപ്പോൾ ലൂക്കോസ് 4:18 പറഞ്ഞിരിക്കുന്ന ഭാഗം, അതായത് യെശയ്യാവ് 61 എഴുതിയിരിക്കുന്ന ആ ഭാഗം കണ്ടു. അപ്പൊ അങ്ങനെയെങ്കിൽ പുസ്തകം കൊടുത്തതിന്റെ പിന്നിലും ആ വാക്യം കൃത്യമായി യേശുവിന്റെ കണ്ണിൽ കണ്ടതിന്റെ പിന്നിലും ആത്മാവിന്റെ ഇടപെടലാണ്. വിശ്വസിക്കുന്നവൻ നല്ല ആമേൻ പറയണം. അത് വായിക്കാൻ പറഞ്ഞോണ്ടല്ല വന്നത്. കൃത്യമായി യെശയ്യാവിന്റെ ചുരുള് കൊടുക്കുമ്പോൾ അത് തുറക്കുകയാ. തുറക്കുമ്പോൾ കൃത്യമായി യെശയ്യാവ് 61 എഴുതി വച്ചിരിക്കുന്ന ആ പ്രവചന വാക്യം യേശുവിന്റെ കണ്ണിൽ തറച്ചു. യേശു കാണുവാനിടയായി തീർന്നു. ഇന്ന് രാവിലെ ഉറപ്പിച്ചോ, അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യാൻ പോവാ. നിന്നിലൂടെ ചെയ്യാൻ പോകയാ. വേദപുസ്തകത്തിൽ ഇതുപോലെ യേശുവിനെ പറയാൻ പറ്റിയ വേറൊരു വാക്കില്ല. ഞാൻ അഭിഷിക്തൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭാഗം. ആ വാക്ക് യേശു ഉണ്ടാക്കിക്കൊണ്ടുവന്നല്ല, ദൈവം യേശുവിന് കൊടുത്തതാണ്. ദൈവം യേശുവിന്റെ മേൽ ഇട്ട വാക്കാണ്. ദൈവം യേശുവിന്റെ മേൽ പകർന്നതാണ്. ഈ രാവിലെ
ഒരുവന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ജ്ഞാനത്തിൽ നിന്നല്ല, ബൈബിൾ കോളേജിൽ പഠിച്ചതിൽ നിന്നല്ല, ആത്മാവ് എടുത്തു കൊടുക്കുന്ന വചനവും വെളിപ്പാടും ആത്മശക്തിയിൽ നിന്ന് ഒരുവന്റെ ശുശ്രൂഷ ആരംഭിക്കേണ്ടതെങ്കിൽ ഈ രാവിലെ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ചില ശുശ്രൂഷകൾ ചേഞ്ച് ആകാൻ പോകുകയാണ്. ചിലർ ഇന്ന് വരെ ശുശ്രൂഷിച്ച് ജ്ഞാനത്തിലായിരുന്നു, പഠിച്ചു വച്ചതായിരുന്നു പറഞ്ഞത്. ഇന്ന ദിവസങ്ങളിൽ ആത്മാവിന്റെ ശക്തിയാൽ ദൈവവചനത്തിന്റെ വെളിപ്പാടുകളിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ചിലരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ശക്തമായ ശുശ്രൂഷകളുടെ എഴുന്നേൽപ്പ്, ഇതുവരെ കാണാത്തൊരു ആത്മതല നിന്റെ മുമ്പിൽ തുറക്കാൻ പോകുകയാ. ആത്മാവ് എടുത്തു തരുന്ന വചനങ്ങളെ നീ വിളിച്ചു പറയാൻ പോകുകയാ. നിന്റെ ശുശ്രൂഷ ചേഞ്ച് ആകാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന ആ ശുശ്രൂഷ ഇന്ന് പകലിൽ ഓപ്പൺ ആകാൻ പോകുകയാ. ഈ മണിക്കൂറിൽ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നെങ്കിൽ വചനം നിന്നെ സ്പർശിക്കാൻ പോകുകയാ. വചനം നിന്നെ സ്പർശിക്കാൻ പോകുകയാ. ഈ വചനം നിന്റെ ആത്മക്കണ്ണ് തുറക്കാൻ പോകുകയാ. യേശു യെശയ്യാവിന്റെ പ്രവചനത്തിന്റെ ചുരുൾ തുറന്നപ്പോൾ 61 വാക്യം കണ്ടതുപോലെ ആത്മാവിൽ നീ ചിലത് കാണാൻ പോകുകയാ. ചിലത് നിന്റെ കണ്ണിൽ പതിയാൻ പോകുകയാ. അതൊരു കൂട്ടത്തിന്റെ വിടുതലാക്കി ദൈവം മാറ്റാൻ പോകുകയാ. ഈ മണിക്കൂറിൽ കർത്താവിനെ സ്തുതിച്ചോ. ശബന ഘടകജന ഹസ്തൽ പ്രവചനാദി യേശുവിന്റെ നാമത്തിൽ ഈ മണിക്കൂറുകളിൽ ഈ പ്രൊഫറ്റിക്കൽ വേർഡ് കേൾക്കുന്നവരുടെ സ്പിരിച്വൽ ലൈഫ് തിരിയാൻ പോകുകയാ. അസാധാരണമായ അനുഭവങ്ങൾ നിനക്കുണ്ടാകാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചു. യേശുവിന്റെ നാമത്തിൽ അത് സ്വീകരിച്ചു. ചിലര് അങ്ങനെ ശുശ്രൂഷ ആരംഭിക്കാൻ പോവുക. ആത്മാവ് തന്നെ ഏത് പുസ്തകം യേശുവിന്റെ മേൽ വരണം എന്ന് നിശ്ചയിച്ചുവോ, തുറക്കുമ്പോൾ ഏത് ഭാഗം കിട്ടണമെന്ന് ആത്മാവ് പദ്ധതിയിട്ടോ, തുറക്കുമ്പോൾ ഏതു ഭാഗം കണ്ണിൽ കാണണമെന്ന് ആത്മാവ് മുൻകൂട്ടി നിശ്ചയിച്ചോ, ഈ രാവിലെ വിശ്വസിക്കുക. നീ ആയിരിക്കുന്ന പട്ടണത്തിൽ, നിന്റെ ദേശത്ത് വ്യക്തികൾ പറയുന്നത് കേട്ടല്ല, ആത്മാവ് നിശ്ചയിക്കുന്നത് പോലെ ചലിക്കുന്ന ചിലരെ ഈ പ്രാർത്ഥന കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ആമേൻ പറഞ്ഞ് കരമടിച്ചതിനെ സ്വീകരിച്ചു. ആമേൻ. ആരെങ്കിലും പറഞ്ഞത് പറയാനല്ല, പറഞ്ഞ് തന്നത് കേട്ട് പറയാനല്ല. ഈ ദിവസങ്ങൾ ആത്മാവ് തന്നെ ചിലത് നിന്റെ കൺമുമ്പാകെ തുറക്കാൻ പോകുകയാ. നീ അതെടുക്കുമ്പോൾ കൃത്യമായ വേട്, ആ വാക്യം, ആ വചനം നിനക്ക് കിട്ടാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ പ്രതികരിച്ചു ആമേൻ പറഞ്ഞ് ഈ ദിവസങ്ങളിൽ വചനത്തിന്റെ ജീവനും ആത്മാവ് നിന്നെ തൊടുകയാ. ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ പോകുകയാ. ഇന്ന് വരെ കിട്ടാത്ത ആലോചനകൾ, വചനത്തിന്റെ വെളിപ്പാടുകൾ, ദൂതുകൾ നിന്നെ പറയത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചേ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചേ. വേദപ്രവചന ആർത്തൽ കവനഘടകസ്മനാദിയ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആത്മനിയോഗത്തിൽ കണക്റ്റായ യേശുവിന് ആ കയ്യിൽ യെശയ്യാവിന്റെ ചുരുള് കിട്ടി. ആത്മനിയോഗത്തിൽ കണക്റ്റ് ആകണം. യേശു ആത്മനിയോഗത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ആദ്യത്തെ വാക്ക് ഞാൻ അഭിഷിക്തൻ എന്നാണ്. ആമേൻ. അത് മശിഹ എന്ന വാക്കിനോട് ബന്ധപ്പെട്ടൊരു പദം ഉപയോഗിച്ചിരിക്കുക. അതായത് അഭിഷിക്തൻ എന്ന് പറയുമ്പോൾ ക്രിയോ, ക്രിസ്തോസ്, ക്രിസ്തു എന്നൊരു വാക്ക്, ക്രിയോ എന്നൊരു വാക്കിൽ നിന്ന് ക്രിസ്തോസ് എന്ന വാക്ക് വന്നു. അതിൽ നിന്നാണ് ക്രിസ്തു എന്ന വാക്ക് വന്നത്. ക്രിസ്ത്യാനി എന്നത് കുരിശ് കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കുന്നവനല്ല. ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പേര് വരുന്നത് കൊണ്ടല്ല. യഥാർത്ഥത്തിൽ ക്രിസ്ത്യ
ക്രിസ്ത്യാനി ഒരു അഭിഷിക്തനാണ്. ആമേൻ. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞേ. യേശു എന്ന പേര് അന്നത്തെ കാലത്ത് കോമൺ നെയിം ആയിരുന്നു ഇസ്രായേലിൽ. എന്ന ക്രൈസ്റ്റ്, ക്രിസ്തു എന്ന കോമൺ നെയിം അല്ല. എല്ലാവരും യേശുവിനെ ക്രിസ്തുവായി അംഗീകരിച്ചിട്ടില്ല. മഹാപുരോഹിതന്മാർ വന്ന് ചോദിച്ചു, നീ ക്രിസ്തുവാണോ? ആമേൻ. അഭിഷിക്തനെ എല്ലാവരും തിരിച്ചറിയുന്നില്ല. നേതാക്കന്മാർ മനസ്സിലാക്കിയില്ല. യഹൂദ മതത്തിന്റെ ആളുകൾ അത് മനസ്സിലാക്കിയില്ല. മഹാപുരോഹിതൻ അത് മനസ്സിലായില്ല. മഹാപുരോഹിതൻ ചോദിച്ച ചോദ്യം, നീ ക്രിസ്തുവാണോ? അതുവരെ മിണ്ടാതിരുന്ന യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ്. മഹാപുരോഹിതൻ വസ്ത്രം വലിച്ചു കീറി. ആദ്യം ക്രിസ്തുവിനെ മനസ്സിലാക്കിയത് ആരെന്നറിയാമോ? യഹൂദന്റെ പള്ളിയിലെ ഒരു വ്യക്തിയിൽ നിന്ന് പൈശാചിക ഭൂതം അഴിഞ്ഞിറങ്ങിയപ്പോൾ ഈ ഭൂതം പറയാ, നീ ആരാണ് എന്ന് എനിക്ക് മനസ്സിലായി, നീ ക്രിസ്തുവാണെന്ന് പൈശാചിക ശക്തി മനസ്സിലാക്കി. പള്ളിയിലുള്ളവർക്ക് മനസ്സിലായില്ല, മതപുരോഹിതന്മാർക്ക് മനസ്സിലായില്ല, നേതാക്കന്മാർക്ക് മനസ്സിലായില്ല, പരീശന്മാർക്ക് മനസ്സിലായില്ല. എന്ന പള്ളിക്കകത്ത് ഒരു യഹൂദന്റെ മേൽ ചലിച്ച പൈശാചിക ശക്തികൾക്ക് മനസ്സിലായി. ക്രിസ്തു ഒരു അഭിഷിക്തൻ കാലുകുത്തുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ അവിടെ അഴിയാൻ തുടങ്ങുകയാ. ഈ സമയം വിശ്വസിക്ക്. എന്നും നേരം വെളുത്തെഴുന്നേൽക്കുമ്പോൾ നീ പറയേണ്ട വാക്ക, എന്റെ മേലെ കോവിഡ് ആത്മാവുണ്ട്, ഞാനൊരു അഭിഷിക്തയാണെന്ന് പറയാൻ നിനക്ക് പറ്റിയാൽ, ആ വചനത്തിൽ ചലിക്കാനും ജീവിക്കാനും പറ്റിയാൽ, നിന്റെ മുമ്പിൽ ചില ശക്തികൾ ഇളകി മാറും. പലർക്കും നിന്നെ മനസ്സിലായിട്ടില്ല. പൈശാചിക ലോകം നിന്നെ മനസ്സിലാക്കുകയാ. ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ തിരുവെഴുത്തിന്റെ ശക്തി നിന്നിൽ വെളിപ്പെടും. നീ കാലുകുത്തുന്നിടത്തിലെ ശക്തികൾക്ക് മനസ്സിലാകും യഥാർത്ഥ അഭിഷിക്തം, യഥാർത്ഥ അഭിഷേകം, യഥാർത്ഥ അഭിഷിക്തൻ ആരെന്ന് മനസ്സിലാക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ശക്തിയോടെ കരമടിച്ച് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച്. ഈ രാവിലെ പരിശുദ്ധാത്മാവിൽ ലൈവിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ചിലർ വ്യക്തമായി ഇടപെടുന്നു. അഭിഷിക്തന്റെ ശബ്ദം പിശാചുക്കൾ തിരിച്ചറിയാൻ പോവാ. പൈശാചിക ലോകത്തിന് പിടികിട്ടാൻ പോകുകയാ. രോഗശക്തികൾക്ക് പിടികിട്ടാൻ പോകുകയാ. പാരമ്പര്യ ശക്തികൾക്ക് പിടികിട്ടാൻ പോകുകയാ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. ഈ വചനത്തിന്റെ ശക്തി നിന്നെ തൊടാൻ പോകുകയാ. നീ നിൽക്കുന്ന വീടിന്റെ അകത്ത് ചില ശക്തികൾ അഴിഞ്ഞു മാറിപ്പോകുകയാ. നന്മയെ കെട്ടിയിട്ടത് അഴിഞ്ഞു മാറുകയാ. നിന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞ ചില മേഖലകളിൽ ചലിക്കുന്ന പൈശാചിക ശക്തി മാറാൻ പോകുകയാ. നിന്റെ ശരീരത്തെ മുഴുവൻ ബന്ധിച്ച് ക്ഷീണിപ്പിക്കുന്ന ശക്തികൾ ഇപ്പോൾ മാറിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇനി ഒരു വിധത്തിലും നിന്റെ കുടുംബത്തെ കലക്കാനോ ചിതറിപ്പിക്കാനോ കുടുംബ ബന്ധങ്ങളെ തകർക്കാനോ അനുവദിക്കാതെ ഇതുവരെ പ്രവർത്തിച്ച ശക്തികൾ ഈ വാക്കിന്റെ മുമ്പിൽ യേശുവിന്റെ നാമത്തിൽ വഴിമാറുന്നു. നീ അഭിഷിക്തനാണെന്ന് മനസ്സിലാക്കുന്നവർ ശക്തിയോടെ സ്തുതിച്ച്. നീ സ്തോത്രം പറയുമ്പോൾ, അഭിഷിക്തൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്തോത്രം പറയുമ്പോൾ, ഹല്ലേലൂയ പറയുമ്പോൾ, അന്യഭാഷ പറയുമ്പോൾ പിശാചിന് പിടികിട്ടും. അത് അഭിഷിക്തന്മാരുണ്ടെങ്കിൽ ഈ രാവിലെ ശബ്ദമുയർത്തിക്കോ. പൈശാചിക ലോകം വ്യക്തികളെ വിട്ട് കുടുംബങ്ങളെ വിട്ട് മാറിപ്പോകുന്ന ഒരു കാഴ്ച ആത്മാവ് വ്യക്തമായി കാണിക്കുന്നു. ശക്തിയോടെ ആമേൻ പറഞ്ഞ്. പൈശാചിക ശക്തി പറയുക, ഐ നോ ഹൂ യു ആർ ക്രൈസ്റ്റ്. മഹാപുരോഹിതന് മനസ്സിലായില്ല, എന്നാൽ ഭൂതത്തിന് പിടികിട്ടി. ഈ രാവിലെ അഭിഷിക്തന്മാർ ശബ്ദമുയർത്തിയാൽ സാത്താന്റെ ശക്തികൾക്ക് പിടികിട്ടുക മാത്രമല്ല, അത് ഇളകി മാറാൻ പോകുകയാ. നീ ആരെന്ന് എനിക്ക് മനസ്സിലായി.
നീ ക്രിസ്തു അപ്രേ. ഓ വിശ്വസിക്കുന്ന നാമേൻ പറഞ്ഞേ. പിതാവേ, ഈ ജനത്തിനു വേണ്ടി ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രഭാതത്തിലും യെശയ്യാ 61 വാക്ക്, ഓ എളിയവരോട് സദ്വർത്തമാനം അറിയിക്കാൻ യഹോവനെ അഭിഷേകം ചെയ്തിരിക്കുക. യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്. എല്ലാ ദിവസവും രാവിലെ പറയണം, യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ട്, യഹോവയുടെ ആത്മാവ് എന്റെ മേലുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ജീവിതം ആരംഭിച്ച് അത് സക്സസ് ആയി മാറും, ദൈവപ്രവൃത്തിയായി മാറും. നിന്നെ കുറിച്ചുള്ള പ്ലാനും പദ്ധതി നടക്കും. ഒരു ശത്രുവിനും ബന്ധിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമം ചൊല്ലി ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇതിന്റെ അകത്ത് ഇപ്പോൾ തന്നെ രോഗശക്തി കഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ പിശാചും അവരുടെ കൂട്ടരും പ്രാർത്ഥിക്കുന്നവന് വിരോധമായിട്ട് സകല അജണ്ടകൾ പൊളിയട്ടെ. ഇപ്പോൾ തന്നെ പൊട്ടി മാറട്ടെ. ഭയങ്കര ദൈവപ്രവൃത്തി ഉണ്ടാകും. കർത്താവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിച്ചയക്കുന്നു, അത്ഭുതമാക്കും. വലിയ ദൈവപ്രവർത്തിക്കായി നന്ദി. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ ഇതിനകത്ത് ഫോൺ നമ്പറുണ്ട്, വിളിക്കുക. നിങ്ങളുടെ ദൈവിക ആലോചനകളെ സ്വീകരിക്കുക. ICGI അപ്പോസ്തലിക് മിനിസ്ട്രി എന്ന് പറയുന്ന കൂട്ടായ്മയ്ക്കകത്ത് ഒത്തിരി ശുശ്രൂഷകന്മാരെ ദൈവവചനത്തിന്റെ വെളിപ്പാടിലും പ്രവചന ദൂതിലും ഡെലിവറൻസിന്റെ മിനിസ്ട്രി ഒക്കെയായി ജനത്തെ പണിതെടുക്കുന്ന ശുശ്രൂഷകന്മാരെ വാർത്തെടുക്കുന്ന നിങ്ങൾക്കും കടന്നു വരാം. അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാകും. കടന്നു വരിക. ദൈവിക ഇടപെടൽ ഉണ്ടാകും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.